ഗെയ്സ്, അപ്പോൾ രാത്രി 12:10 കഴിഞ്ഞു. അപ്പോൾ ജസ്റ്റ് ഉറക്കമൊന്നും വരാത്തത് കൊണ്ട് ഞാനത് റോഡിലോട്ടൊക്കെ ഒന്ന് നോക്കാമെന്നും പറഞ്ഞ് ഇറങ്ങിയ ടൈമിൽ കണ്ടപ്പോൾ അന്തം വിട്ടുപോയി കേട്ടോ. എന്താണെന്നല്ലേ, 9 മണിക്കൊക്കെ അടച്ചിട്ട് പോകുന്ന ഹോട്ടൽ ഇതോ തുറന്നിരിക്കുന്നു. പിന്നെ കുറേ വണ്ടികൾ, ഇപ്പോഴൊന്നും ഒരു അനക്കവും ഇല്ലാത്തതാണ്. ഈ റോഡെന്ന് പറഞ്ഞാൽ വർക്കല കല്ലമ്പലം റോഡാണേ. നമ്മുടെ പാവനാശം, നമ്മുടെ ക്ഷേത്രം ഒക്കെ പോകുന്ന റോഡാണ്. അപ്പോൾ ഇതാ നോക്ക്, അവിടെ ഒരു പലവ്യഞ്ജനക്കടയുണ്ട്. ആ മൂലയ്ക്കൊരു പലവ്യഞ്ജനക്കടയുണ്ട്. അതൊരു 9-10 മണിയൊക്കെ ആകുമ്പോൾ അവർ അടച്ചിട്ട് പോകും. പക്ഷേ ഇന്നുണ്ടല്ലോ, ഇന്ന് അവർ ഇത്രയും സമയമായിട്ടും, ഈ 12:10 ആയിട്ടും ഇപ്പോഴും ആയിട്ടും അടച്ചിട്ടില്ല. പിന്നെ ദൂര ഇങ്ങനെ കാറുകളും എല്ലാം പോവുകയാണേ. പിന്നെ അതുപോലെ തന്നെ അവിടെ ഒരു ഹോട്ടലുണ്ട് കേട്ടോ. ആ ഹോട്ടലൊക്കെ ഇതാ നോക്ക് തുറന്നിരിക്കുക. പലവ്യഞ്ജനക്കട, പിന്നെ അതുപോലെ തന്നെ ഹോട്ടല് ഒക്കെ തുറന്നിരിക്കുക കണ്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താ പ്രത്യേകത ഉണ്ടല്ലോ, എന്തോ ഒരു പ്രത്യേകത ഉണ്ടല്ലോ എന്ന് വിചാരിക്കും കേട്ടോ. അതെ, പ്രത്യേകതയുണ്ട്. നാളെ വാവ് ബലിയാണ്. നമ്മുടെ പാവനാശത്തൊക്കെ പിതൃക്കൾക്ക് ബലി തർപ്പണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പോകുന്ന ആൾക്കാരെയൊക്കെ ഇന്ന് നോക്കിയാൽ ബസ്സൊക്കെ 12:10 ബസ്സൊക്കെ ഓടുന്നുണ്ടോ. അതിന് മൊത്തം പാവനാശത്ത് പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരെയൊക്കെ പ്രതീക്ഷിച്ചുള്ള ഇരിപ്പാണ് ഈ കടക്കാർ കേട്ടോ. അതായത് പാവനാശി റോഡാണല്ലോ. അപ്പോൾ അവരെയൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരുപാട് വണ്ടികളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷേ ഈ ടൈമിലൊന്നും ഒരു വണ്ടികളൊന്നും ബസ്സൊക്കെ പോകുന്നുണ്ടോ. അപ്പോൾ ഈ ടൈമിലൊക്കെ ചിലപ്പോൾ 1-2 കാറോ അല്ലെങ്കിൽ ബൈക്കോ ഒക്കെ പോകുന്ന ആ ഒരു ഇതേ ഉള്ളൂ. പക്ഷേ അങ്ങനെയല്ല, ഒന്ന് തിരക്കല്ലേ. നാളെ വാവ് ബലിയാണ്, കർക്കിടക വാവ് ബലിയാണ് നാളെ. അപ്പോൾ അതുകൊണ്ടാണ് ഈ തിരക്ക് വന്നതും. ഈ കടക്കാരെല്ലാം അവരെയൊക്കെ പ്രതീക്ഷിച്ചാണ് ഇരിക്കുന്നത്. അപ്പം എല്ലാവർക്കും മനസ്സിലായില്ലേ. ഇതാ പോകണ്ടോ, അതാണ് കാര്യം. എന്നുള്ളത് ഉറക്കവും വരുന്നില്ല. ഇനിയിപ്പോൾ ഉണ്ടല്ലോ, ഇനി വെളുപ്പാൻ രാവിലെ ഭയങ്കര വണ്ടികളുടെ ഭയങ്കര ബഹളമായിരിക്കും. ഇതാ ഇപ്പോൾ തന്നെ ഉണ്ടോ, ദൂര പോവുകയാണേ. വൈകുന്നേരം ഭയങ്കര ബഹളമായിരിക്കും വണ്ടികൾ, കിടന്നുറങ്ങാൻ പറ്റത്തില്ല. അപ്പം നാളെ ഒരു പാവനാശത്തൊക്കെ പോകണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ ഒരു രക്ഷയില്ല. വണ്ടിയിലൊക്കെ പോകുമെന്നുണ്ടെങ്കിൽ വണ്ടിയൊക്കെ ഏതാണ്ട് ഒരു 2 കിലോമീറ്ററിനിപ്പുറം 2-3 കിലോമീറ്ററിനിപ്പുറം ഇട്ടിട്ടൊക്കെ നമുക്ക് പോകാൻ എന്തെങ്കിലും ഒരു രക്ഷയുള്ളൂ. എന്നാലും പാവനാശത്ത് കടൽപ്പുറത്ത് ഒന്നും പോകാൻ പറ്റത്തില്ല, നമുക്ക് പോകാനേ പറ്റത്തില്ല. പിന്നെ കടൽ നല്ല കടൽ ഭയങ്കരമായിട്ട് ശോഭിച്ച് കിടക്കുകയാണ്. അതുകൊണ്ട് കടലിൽ ഇറങ്ങാനൊന്നും പറ്റത്തില്ല ആൾക്കാർക്കൊന്നും. പിന്നെ നമുക്ക് കാഴ്ചക്കാരായിട്ട് പോയി അവിടെ എവിടെയെങ്കിലുമൊക്കെ പോയി നിൽക്കാമെന്നേ ഉള്ളൂ. കടൽക്കരയിലോട്ടൊന്നും പോകാൻ പറ്റത്തില്ല. പക്ഷേ പോവാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്നൊരു തോന്നൽ. അപ്പോൾ നാളെ പോകണ്ട എന്നൊക്കെ ഉള്ള ഒരു ഇതാണ് ശരി. പക്ഷേ നാളെ രാവിലെ എന്തായാലും രാവിലെ എണീച്ചിട്ട് രാവിലെയുള്ള ആ ഒരു തിരക്കൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇന്നിപ്പം താമസിച്ച് ഉറങ്ങുന്നതുകൊണ്ട് ഇനി രാവിലെ എഴുന്നേൽക്കാൻ പറ്റുമോ എന്നറിയത്തില്ല.